Good afternoon, all. Good afternoon, ma'am. Prayer പറഞ്ഞോട്ടോ. Prayer പറയോ? കേൾക്കുന്നില്ല, വോയിസ് ഒന്നും കേൾക്കുന്നില്ല. എനിക്കറിയില്ല. prayer ആരാ പറഞ്ഞേ? പറഞ്ഞോ? വോയിസ് ക്ലിയർ അല്ലായിരുന്നു. ആരെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. പ്രയർ പാടിയില്ല തോന്നുന്നു, കേട്ടില്ല. ഞാനും കേട്ടില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് കേൾക്കാൻ പറ്റാത്തതാണോന്ന് അറിയില്ലല്ലോ. ആരും പാടിയിട്ടില്ല. പറഞ്ഞോട്ടെ, പ്രയർ വേറെ ആരെങ്കിലും റെഡി ആണെങ്കിൽ അവർ പറഞ്ഞോ. നമ്മൾ തന്നെ പറയണമെന്നില്ല. ആരാണോ റെഡി, ഇപ്പൊ ഒരാൾ തന്നെ സ്ഥിരം പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പറയാട്ടാ. ആരാധസ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമാം സ്വഹേയമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമാം സ്വഹേയമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. Sign in. Good afternoon, ma'am, and my dear friends. I warmly welcome our beloved Abarna ma'am and the Montessori teachers. I'm excited to start the day with all of you. Let's study together. Thank you. Have a nice day. Good afternoon, ma'am. Thought of the day. You cannot change your future. You can change your habits. And surely your habits will change your future. APJ Abdul Kalam. Thank you. Okay, thank you all. Good afternoon. Then നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? മിസ് ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്പർ ചാർട്ടും ആൽഫബറ്റ് ചാർട്ടും.
ആണോ? നമ്പർ ചാർട്ട് ആൻഡ് ആൽഫബറ്റ് ചാർട്ട്. ഓക്കെ, നമ്മൾ ഏത് ചാപ്റ്ററാണ് എടുത്തോണ്ടിരിക്കുന്നത് ഓർമ്മയുണ്ടോ? യൂണിറ്റ് 7 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി. Child development and growth, unit 1. യൂണിറ്റ് 1 അല്ലേ? Yes, ma'am. ഓക്കെ, യൂണിറ്റ് 1 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആണ്. അതിൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ? അല്ല, മാം റെക്കോർഡ് ക്ലാസ് കാണുന്നവരൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഈ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന്. അത് അവർക്ക് നമുക്ക് വൈവയുടെ സമയത്ത് നിങ്ങളും ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ വൈവയുടെ സമയത്ത് ഇപ്പൊ ഞാനാണല്ലോ ഈ ആക്ടിവിറ്റീസ് ഒക്കെ തരുന്നത്. പക്ഷെ വൈവയ്ക്ക് അറ്റൻഡ് ചെയ്യുന്ന ടീച്ചേഴ്സ് ചിലപ്പോൾ ഞാൻ ആവണമെന്നില്ല. ഞാനാവാം, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ എടുക്കുന്ന മറ്റു ടീച്ചേഴ്സ് ആവാം. ഇപ്പൊ 16 ആരൊക്കെയാ ഉള്ളത്? വേറെ ടീച്ചേഴ്സ് ആരൊക്കെയാ? ഞാനല്ലാതെ ഇംഗ്ലീഷ് അശ്വതി മിസ് അല്ലായിരിക്കും. മിൽറോസ് മിസ്സും ജിഷ് ടീച്ചറും പിന്നെ ഞാനും. മേ ബി പി ജിയിൽ ഉള്ളവർക്ക് പി ജിന്നുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും വൈവ അറ്റൻഡ് ചെയ്യാനായിട്ട്. ആ സമയത്ത് നിങ്ങൾ ഈ മെറ്റീരിയൽസ് എന്ത് ചെയ്യണം? ആ ടീച്ചേഴ്സിനെ കാണിക്കണം. റെക്കോർഡ് ക്ലാസ് കാണുന്നവര് അവര് നിങ്ങളോടൊപ്പം തന്നെ മെറ്റീരിയൽസും കാര്യങ്ങളും എന്ത് ചെയ്തോ, പ്രിപ്പയർ ഒക്കെ ചെയ്തോ. ലാസ്റ്റ് ടൈമില് നമ്മളെല്ലാരും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം എന്ന് പറഞ്ഞ് പെൻഡിങ് ആക്കി കഴിഞ്ഞാൽ, ലാസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ടൈമിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം 20 മെറ്റീരിയൽസിനോളം നമുക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട്. 20 മെറ്റീരിയൽസോളം ഞാൻ തരും നിങ്ങൾക്ക്. അപ്പൊ അത് ഓരോന്നോരോന്നായിട്ട് ഒരുമിച്ച് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക് ആണ്. പക്ഷെ 2 വീക്സ് 1 വീക്ക് ഒക്കെ ഗ്യാപ്പ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇന്നൊരു ആക്ടിവിറ്റി മിസ് തന്നിട്ടുണ്ട്, ഗ്രൂപ്പിൽ പറയാം ഇന്ന ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കണോണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെയ്ത ആക്ടിവിറ്റിയുടെ അവർക്കൊരു മോഡലും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോ വൈവയുടെ സമയത്താണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ആക്ടിവിറ്റീസ്. ടീച്ചിങ് എയ്ഡ് ആൻഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് ടീച്ചിങ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 100 മാർക്കാണ് ഈ മെറ്റീരിയൽസിനുള്ളത്. ഓക്കെ, അപ്പോ മാർക്ക് ലിസ്റ്റിലൊക്കെ വരുന്നതാണ്. അപ്പൊ മാർക്കിന് വേണ്ടിയിട്ടല്ല, നമുക്ക് ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ലതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, പ്രസന്റ് ചെയ്യുന്നവര് പേര് അയക്കാം കേട്ടോ. പ്രസന്റ് ചെയ്യുന്നവര് പേര് അയക്കാം. ദൃശ്യാണ് ആദ്യം പ്രസന്റ് ചെയ്യുന്നത്. വോയിസ് ദൃശ്യ. മാം കാണിക്കട്ടെ. ഞാൻ പിൻ ചെയ്യാട്ടെ. 1 മിനിറ്റ്. പ്രസന്റ് ചെയ്തോടാ. ഒരു മിനിറ്റ്. എടാ കാണാൻ പറ്റുന്നില്ല. ക്യാമറ എന്നെ കാണാൻ പറ്റുന്നുണ്ടാ? ഇല്ല, ക്യാമറ ഓൺ ആണോ? അപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ ചാർട്ടിലാ ചെയ്തത്. കുഴപ്പമില്ല. ആൽഫബറ്റ് ചാർട്ട്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ. വരച്ചാണാടാ? വരച്ച് കളർ കൊടുത്തതാ. നല്ല രസമുണ്ട് കേട്ടാ. മനസ്സിലായില്ലോ, ഓരോരുത്തരുടെ കഴിവൊക്കെ ഇങ്ങനെയാണ് അറിയുന്നത്. എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല, ജസ്റ്റ് ഒന്ന് കുഴപ്പമില്ല. ഇങ്ങനെ വരച്ച് വരച്ച് നമ്മൾ നല്ല നല്ല എക്സ്പേർട്ട് ആവും തോന്നുന്നുണ്ട്. കാരണം സീബ്ര നല്ല രസമുണ്ട്, ജിറാഫ് നല്ല രസമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ചാർട്ട്. സ്റ്റാർ സ്റ്റാറാണോ? കളർ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ക്യാമറയുടെ ആണോ? അതെ, ലൈറ്റ് പിടിക്കുന്നത് കൊണ്ടാണ് തോന്നുന്നു. 1 ഉം 2 ഒക്കെ കാണാൻ പറ്റുന്ന രീതി. ഇപ്പൊ കാണാം. ഓ, ആ കളർ ആയതുകൊണ്ടാടാ. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. വിൻസി. പ്രസന്റ് ചെയ്തോട്ടാ. നമ്പർ ചാർട്ട് കണ്ടു. ആൽഫബറ്റ് ചാർട്ട്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം.
അൽഫിയ. അൽഫിയ Ma'am, number chart. നമ്പർ ചാർട്ട് ചെറുതായി പോയോ? ഇത്തിരി ചെറുതായി പോയെന്ന് തോന്നുന്നുണ്ട് മാം. ചെറുതായി പോയ പോലെ എനിക്കും തോന്നുന്നുണ്ട്. ആൽഫബറ്റ് ചാർട്ടോ പെട്ടെ. ഇത് കുഴപ്പമില്ല. alphabet chart. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. മഞ്ജു കാണായിരുന്നു കേട്ടാടാ. ഓക്കെ, വരച്ചാണാടാ ചിലത്, അല്ല എല്ലാം വരച്ചാണല്ലോ. നന്നായിട്ടുണ്ട് കേട്ടോ. നമ്പർ ചാർട്ടോ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ശ്രീതി എന്താണ് പേര്? ശ്രീതി. ഓക്കെ, ഒരു മിനിറ്റ്. ശ്രീതി മാം ഞാൻ കാണിച്ചോട്ടെ. ചെയ്തോടാ. കട്ടായി പോയതാണ്. കുഴപ്പമില്ല. ബാക്ക് മുകളിലായിട്ട് 2 ആരോ മാർക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ചാർട്ട് ഓക്കെ കണ്ടു, നന്നായിട്ടുണ്ട്. നമ്പർ ചാർട്ടും കണ്ടു. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം. ചിക്കു മോൾ. യെസ് മാം. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടെ കേട്ടോ. ആൽഫബറ്റ് ചാർട്ട് അല്ലേ? യെസ് മാം. ഓക്കെ, നമ്പർ ചാർട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ. ചിക്കു താങ്ക് യു മാം. ഏത് കോഴ്സ് കഴിഞ്ഞതാ? ഡിഗ്രി ഏതായിരുന്നു? ഞാൻ എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. ഓക്കെ ഇടാം. യെസ് മാം. ഓക്കെ, ഉണ്ണിമായ മായ. മായ വലിയ ചാർട്ടാണ് അല്ലേ? ഓക്കെ ഓക്കെ, കാണാടാ. അക്ഷരങ്ങൾ കുറച്ചും കൂടി ബോൾഡ് ചെയ്യണം കേട്ടാ. പിക്ചേഴ്സ് വന്നപ്പോഴേ അക്ഷരങ്ങൾ ബോൾഡ് അല്ലാത്ത പോലെ തോന്നും. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. വിനയ. ഓക്കെ മാം. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. നമ്പർ ചാർട്ടോ, നമ്പർ ചാർട്ടിന്റെ ചെറുതായി പോയല്ല. കുഴപ്പമില്ല. പിക്ചേഴ്സാ? പിക്ചേഴ്സ് ചെറുതായി പോയ പോലെ പറ്റാണെങ്കിൽ ഓക്കെ. സ്റ്റാറ്റിക്സിന് പോകുമ്പോ പറ്റാണെങ്കിൽ വലുത് വാങ്ങിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. മഞ്ജുരാജ്. മഞ്ജുരാജ് ആടാ. നമ്പർ ചാർട്ട് ചെയ്തിട്ടില്ല മിസ്സേ. ഇത് തല കുത്തിയാണ് കാണുന്നത്. അല്ല, കറക്റ്റ് ആയിട്ട് കാണണേ. മോന് അങ്ങനെ തോന്നുന്നതാ, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ശരി മിസ്, നമ്പർ ചാർട്ട് ചെയ്തിട്ടില്ല, ചെയ്യാട്ടെ. ഓക്കേടാ. ഹരിത. മാം കാണിക്കട്ടെ? ആടാ, പ്രസന്റ് ചെയ്തോട്ടെ. ഹരിത കാണാവോ മാം? ആടാ. കാണാട്ടോ. നമ്പർ ചാർട്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. നമ്പർ ചാർട്ട് വരച്ചിരിക്കണേണോ? ഇത് വരച്ചതാ. വിദ്യ. യെസ് മാം. പ്രസന്റ് ചെയ്തോടാ. നമ്പർ ചാർട്ട് മാം. ഉണ്ടല്ലോ വരച്ചിരിക്കാനുള്ള ക്രിയേറ്റീവ് ഐഡിയ. അതെ മാം. ഓക്കെ, കണ്ടില്ലേ മാം? കണ്ടു. നമ്പർ ചാർട്ട് ഉണ്ടോ? നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് ആൽഫബറ്റ് ചാർട്ട് മാം. ആൽഫബറ്റ്സ് അല്ലേ? അതും ട്രെയിൻ പോലെ അല്ലേ? ട്രെയിൻ ആണ് ഉദ്ദേശിച്ചത്. എനിക്ക് മനസ്സിലായി ട്രെയിനാന്ന്. അതാണ് എനിക്ക് മനസ്സിലാവാറില്ല. ട്രെയിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ കറക്റ്റാണ്. ഓക്കെ മാം. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.
പ്രീച്ചി മുകളില് 2 ആരോ മാർക്ക് ഇടാം, ടോപ്പിലായിട്ട് 2 ആരോ മാർക്ക്. കാണുന്നുണ്ടോ മാം? ആടാം. കാണാട്ടെ നമ്പർ ചാർട്ട്. ഓക്കേടാ, നന്നായിട്ട് കേട്ടോ. താങ്ക് യു മാം. നെക്സ്റ്റ് പ്രീച്ച് കഴിഞ്ഞിട്ട് ദിവ്യ കേട്ടോ, ദിവ്യ. Yes, ma'am. ഓക്കേടാ. Alphabet chart. ഓക്കെ, നന്നായിട്ടുണ്ട്. നമ്പർ ചാർട്ട് നന്നായിട്ടുണ്ട്. ബട്ടർഫ്ലൈ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. നല്ല തീമാണല്ലോ, ബ്ലൂ ആൻഡ് പിങ്ക് തീമാണോ? Thank you, ma'am. അൻസില, അൻസില അല്ലെ, അൻസില കാണാടാ. പിൻ ചെയ്തിട്ട് കേട്ടോ. ഇത് കട്ട് ആൻഡ് പേസ്റ്റ് ആണല്ലോ, കഷ്ടം കേട്ടോ, പാവം. ജസ്റ്റ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തു അല്ലേ? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ലുബ്ന, ഇത് alphabet chart. കണ്ടുട്ടാ, നന്നായിട്ടുണ്ട്. Number chart. ഓക്കെ, നമ്പർ ചാർട്ട് നന്നായിട്ടുണ്ട്. പാർവതി ആർ, കാണാമോ? പിൻ ചെയ്തിട്ടാടാ, കുറച്ച് കാണാം. ആയിട്ട് തോന്നുന്നത്. ബാക്ക് ക്യാമറ എങ്ങനെയാന്ന് അറിയാൻ വയ്യ. എടാ, ക്യാമറ ഓൺ ചെയ്യും. അതെ, ടോപ്പ് ഷെയറിംഗ് കൊടുത്തോ കേട്ടോ. എന്നിട്ട് ക്യാമറ ഓൺ ചെയ്യാം. ടോപ്പിലായിട്ട് ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം വരുള്ളൂ. ടോപ്പിലായിട്ട് 2 ആരോ മാർക്ക്, മൈക്കിന് തൊട്ടിപ്പുറത്തായിട്ട്, മൈക്ക് സ്പീക്കറിന് തൊട്ടിപ്പുറത്തായിട്ട് 2 ആരോ മാർക്ക് ഉണ്ട്. 2 ആരോ മാർക്ക്. കാണുന്നില്ല, കുഴപ്പമില്ല, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. 1 2 ഒന്നുകൂടെ ഞാൻ കാണിച്ചാലും മതി. ആൽഫബറ്റ്സ് ഇങ്ങനെ നേരെയാ ചെയ്തിരിക്കണേ അല്ലേ? ഓക്കെ, നമ്പർ ചാർട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഷെമീന. ഷംസീന, എന്താ പേര്? ഷംസീന. ഷംസീന. ഓക്കെ, കട്ട് ആൻഡ് പേസ്റ്റ് ഉണ്ടോ? ABC ചാർട്ട്. അതാ പറഞ്ഞേ, കട്ട് ആൻഡ് പേസ്റ്റ് ആണോ? ആ, ഫോട്ടോ പേസ്റ്റ് ചെയ്യണോണ്ട് കുഴപ്പമില്ല, പക്ഷെ എഴുതായിരുന്നു. ഇത് നമ്പർ ചാർട്ട്. നമ്പർ ചാർട്ട് കുഴപ്പമില്ല, സ്വന്തമായിട്ട് ചെയ്തു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഗോപിക. ക്യാമറ ഓൺ ചെയ്തോ കേട്ടോ. കാണാൻ പറ്റുന്നില്ല, ബ്ലർ പോലെ. ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ? ഓക്കേടാ, വരച്ചതാണോ? ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരും ഇവിടെ, കാരണം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കളർ ചെയ്തിട്ടില്ല അല്ലേ? കളർ ക്രയോൺസ് യൂസ് ചെയ്തൊന്ന് കളർ ചെയ്യണം കേട്ടോ. ഓക്കേടാ, നന്നായിട്ടുണ്ടാവും. അത് കാണിച്ചു തരണോ കേട്ടോ. അഞ്ജന. ഓക്കെ, കാണാടാ. ഓക്കെ, നമ്പറും കാണാൻ പറ്റുന്നുണ്ട്, നമ്പർ ചാർട്ടും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. ഹിസ, പ്രസന്റ് ചെയ്തോട്ടെ ഹിസ.
അതിന്റെ മുകളിൽ ടോപ്പിലായിട്ട് രണ്ട് ഓക്കെ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. അത് വരച്ചിരിക്കുന്നതാണല്ലേ, നന്നായിട്ടുണ്ട് കേട്ടോ. ആൽഫബറ്റ് ചാർട്ടോ ആൽഫബറ്റ് ചാർട്ട് ഞാൻ ചെയ്തില്ല, കംപ്ലീറ്റ് അല്ല. അത് വീട്ടിലെങ്ങനെയുള്ളത്? ഷെറിൻ ഓക്കെ ഷെറിൻ ഇമേജസ് ചെറുതായി പോയോ? നമ്പർ ചാർട്ടോ ഓക്കെ. നിത്യ നിത്യ കുറച്ചുകൂടെ ചെയ്യാണ്ട് അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. ഓക്കെ നന്നായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. ശ്രീവിദ്യ കാണുന്നുണ്ടോ? ആടോ വരച്ചിരിക്കുന്നതാണ്. അതെ അതെ. ആൽഫബറ്റ് ചാർട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം. കുഴപ്പമില്ല ആടാ. നസ്രിയ നസ്രിയ ഇത് എങ്ങനെ ഓൺ ചെയ്യാ അറിയില്ല. ടോപ്പിലായിട്ടടാ. ഓക്കെ ഇമേജസ് ഓക്കെ കാണാൻ പറ്റുന്നുണ്ടടാ. വരയ്ക്കാൻ ഒട്ടും അറിയില്ല. മനസ്സിലായി. വരയ്ക്കാത്തവരോട് പറയുന്നത് നമുക്ക് ഇമേജസ് നമുക്ക് കട്ട് ചെയ്ത് വേസ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ള നമുക്ക് എഴുതാലോ. ശരി. ഓക്കെ നസ്രിയ കഴിഞ്ഞിട്ട് റീന. നമ്പർ ചാർട്ട് വന്നിട്ടുണ്ട്. ആൽഫബറ്റ് ചാർട്ട് തിരിഞ്ഞു കാണിക്കാം. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ, വലിയ ഹാൻഡ് റൈറ്റിംഗ്. താങ്ക് യു മാം. ഫാത്തിമത്ത് 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 ഓക്കെ. അനുശ്രീ അനുശ്രീ നമ്പർ ചാർട്ട് ഉണ്ടോ? കുറച്ച് സെക്കൻഡ് പെട്ടെന്നായിരുന്നു. ഓക്കെ രേവതി പി ആർ. മാം ഇപ്പൊ കാണിക്കാവേ. കാണാവോ? ആൽഫബറ്റ് ചാർട്ട് ഉണ്ട്. ഇത് ഇച്ചിരി കളർ ചെയ്യാനുണ്ട്. നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. വരച്ചാണോ? എല്ലാം വരച്ചതാ. നന്നായിട്ടുണ്ട് കേട്ടോ. ആ കളർ ചെയ്ത് തീർന്നില്ല, ഞാൻ ഇവിടെ വരെ എത്തിയുള്ളു. ഓക്കെ പക്ഷെ നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. മാം. ഓക്കെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാനുള്ളവര് നെക്സ്റ്റ് ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യുന്ന ദിവസം അത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ ഞാൻ അടുത്തൊരു മെറ്റീരിയലും കൂടി ഒന്ന് പറയട്ടെ നിങ്ങളുടെ അടുത്ത്. യെസ് മാം. കളർ കാർഡ്സോ കളർ ടാബ്ലറ്റ്സോ നമുക്ക് പറയാം. കളറിംഗ് ബോക്സ് ആണ് നമ്മള് മോണ്ടിസോറിൽ പറയുന്നത്. ബോക്സ് എന്നാണ് ഈ മെറ്റീരിയലിന് പറയുന്ന പേര്. ഇതാണോ? സോറി ടൈപ്പ് ചെയ്തപ്പോഴേ പെട്ടെന്ന് വരുന്ന വിചാരിച്ചു കളറിംഗ്.
കളർ ടാബ്ലറ്റ്സിന്റെ ഒരു ബോക്സ് ആണ് നമ്മൾ ഈ പറയുന്ന കളറിംഗ് ബോക്സ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളേഴ്സ്, ഷെയ്ഡ്സ് കാര്യങ്ങളാണ് മെറ്റീരിയൽ കാണാൻ പറ്റുന്നത്. ഞാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള കളറിംഗ് ബോക്സ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. 1 മിനിറ്റ്. കാണാൻ പറ്റുന്നില്ല അല്ലേ? മാമിന് മാത്രം കാണുന്നു. ഓക്കെ, ഇപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, വരൂ കേട്ടോ. നമുക്ക് 3 സെറ്റ് ഓഫ് കളറിംഗ് ബോക്സ് ഉണ്ട്. കേൾക്കുന്നില്ല മാം. മാം ഒന്നും കേട്ടില്ല. മിസ് ചെയ്ത് കാർഡ് പോലെ റെഡിയാക്കാനാണ് കളർ കാർഡ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നില്ല. മാം ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ. സോറി, ഞാൻ കുറെ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മ്യൂട്ട് ആയിരുന്നു. സോറി കേട്ടാ, കുറെ നേരമായില്ലേ? ശ്രദ്ധിച്ചേയില്ല. ഞാൻ ആ കളറിംഗ് ബോക്സ് എടുക്കാൻ പോയപ്പോ മുതൽ സംസാരിക്കുന്നുണ്ടാ. സോറി. അപ്പൊ കളറിംഗ് ബോക്സ് ആണ് ഞാൻ ഈ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 3 ടൈപ്സ് ഓഫ് കളറിംഗ് ബോക്സ് ആണ് ഉള്ളത്. പ്രൈമറി, സെക്കൻഡറി, ടേഷറി. നിങ്ങൾ കാണുന്നത് സെക്കൻഡറി കളറിംഗ് ബോക്സ് ആണ് നമ്മുടെ 2ാമത്തെ ലെവല്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സെക്കൻഡറി കളറിംഗ് ബോക്സ് ആണ് ഇവിടെ ഉള്ളത്, ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഉള്ളത്. ഇത് 11 ഷെയ്ഡ്സ് ആണ് വരുന്നത്. 11 ഷെയ്ഡ്സും 2 പെയർ. ഒരു കളറിന് തന്നെ 2 പെയർ ആണ് വരുന്നത്. നമ്മള് ഒരു കളർ കയ്യിൽ എടുക്കുകയാണെങ്കിൽ ആ കുട്ടികളോട് ചോദിക്കാം, ഇത് പിക്ക് ചെയ്യാൻ പറയാം. അപ്പൊ റെഡ് കയ്യിൽ പിടിച്ചിട്ട് കുട്ടിനോട് പറയാം നമുക്ക് റെഡ് കളർ എന്ത് ചെയ്യാനായിട്ട് പിക്ക് ചെയ്യാൻ പറയുമ്പോൾ അവൻ അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യും, റെഡ് കളറിന്റെ ഷെയ്ഡ് എടുക്കും അല്ലെ? ഓക്കെ. മാം ഇതേപോലെ ഇങ്ങനെ ബോക്സിനകത്ത് കാർഡ്സ് മതിയോ അതോ കളേഴ്സ് വെക്കണോ? എങ്ങനെ കാർഡ്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാർഡ്സ് ഉദ്ദേശിക്കുന്നത്? ഇതില്ലേ കളറിന്റെ ഷെയ്ഡ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വുഡന്റെ ഈ ഒരു പീസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് വുഡാണ് കേട്ടോ. ഇതെല്ലാം ഫുൾ വുഡാണ്. പ്ലേറ്റ്സും ഈ വുഡ് തന്നെയാണ്. ഈ കളർ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ കളർ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് വുഡാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ കളർ പേപ്പറിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കളർ പേപ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് സ്റ്റേഷനറി കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഗ്ലൂ യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒരു കാർഡ് ബോർഡിൽ ആ കളർ പേപ്പർ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് വുഡിന്റെ. കാർഡ്ബോർഡിലെ കളർ പേപ്പേഴ്സ് പേസ്റ്റ് ചെയ്യുമ്പോൾ ഗ്ലൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഷെയ്ഡ് ആവും. സെല്ലോ ടേപ്പോ മറ്റെന്തെങ്കിലും മെറ്റീരിയൽ യൂസ് ചെയ്ത് അത് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനിയിപ്പോ ഒത്തിരി കളേഴ്സ് ഒന്നും എടുത്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് കുറച്ച് കളേഴ്സ് മാത്രം എടുത്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം മാം 11 ഷെയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ 22 ഷെയ്ഡ്സ് വരും. മീൻസ് ഒരു കളറുടെ 2 വെച്ച്. മനസ്സിലായില്ല? 22 പീസസ് വരുമെന്നാണ് ഉദ്ദേശിച്ചത്. അത് തന്നെ. 22 പീസ്. നിങ്ങൾ അത്രയും ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കുട്ടികളെ പഠിപ്പിക്കണമല്ലോ. ആ കളേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ കിട്ടാണെങ്കിലും എക്സ്ട്രാ കളേഴ്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ല മാം, ഇതേപോലെ ബോക്സിനകത്തിലാണോ നമ്മൾ ചെയ്യേണ്ടത്? ഒരു ബോക്സ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് നല്ലതായിരിക്കും. ഈ സൈഡിലത്തെ ഈ വെച്ചേക്കുന്ന ഈ എന്തുവാ സംഭവം, അത് നമുക്ക് അതേപോലെ ഇങ്ങനെ ഊരി മാറ്റത്തക്ക രീതിയിലാണോ നമ്മൾ ചെയ്യേണ്ടത്? അതോ ഊരുന്നത് പോലെ വേണ്ട, അത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ചെയ്യാത്തതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല്ലേ, നമ്മളുടെ ഈ എന്താണ് ഐസ്ക്രീമിന്റെ ഒക്കെ ഇതുണ്ടല്ലോ, നമുക്കത് വാങ്ങിക്കാൻ കിട്ടും സ്റ്റിക്ക് അല്ലേ? കിട്ടും.
അപ്പൊ ആ സ്റ്റിക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിലും പേസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ അത് പിടിക്കാൻ യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ മനസ്സിലാവും. അങ്ങനെയും ചെയ്യാം നമുക്ക് കേട്ടോ. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ അത് ചെയ്യാം. എന്തൊന്നും അറേഞ്ച് ചെയ്തിരിക്കായിരുന്നു. അപ്പം ഒരു ബോക്സിൽ എടുത്ത് വെക്കണമെന്നുള്ളൂ. അതേപോലെ ഇതേപോലെ ഒരു റെക്ടാങ്കുലർ ബോക്സ് വേണമെന്നൊന്നും അങ്ങനെ നിർബന്ധമില്ല. നമുക്ക് കുട്ടികളെ കളേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കളേഴ്സിന്റെ ടാബ്ലറ്റ്സ് നിങ്ങൾ പ്രിപ്പയർ അല്ലെങ്കിൽ കളർ കാർഡ്സ് പോലെ ചെയ്യണം. കട്ടിയുള്ള ചാർട്ട് ഇല്ലേ പക്ഷെ അതില് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതിയാ ഐസ്ക്രീം സ്റ്റിക്ക്? മനസ്സിലായില്ല, എന്റെ ഐഡിയ മനസ്സിലായില്ല. ഇപ്പൊ നമ്മള് ചാർട്ട് ഇപ്പൊ ഇത്തിരി കട്ടിയുള്ള സൈസ് ചാർട്ട് പേപ്പർ ഇപ്പൊ മേടിക്കാൻ കിട്ടുന്നുണ്ട്, ചെറുത് A4 സൈസ് ഉള്ളത് കളർ. ആണോ? ആ എന്നിട്ട് ഇതുപോലെ മുകളിൽ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ആയിട്ട് വെട്ടിയിട്ട് അത് ഇഷ്ടമുള്ള ഷേപ്പ് വെട്ടാൻ തോന്നുന്നല്ലേ മിസ്സേ? ഇന്ന ഷേപ്പ് സ്ക്വയർ ആയിരിക്കും. സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്സിലോ കട്ട് ചെയ്യാം ഈക്വൽ സൈസില്. ആ കട്ടിയുള്ള ചാർട്ടുകൾ ഒരുപാട് വാങ്ങിക്കേണ്ട വരില്ലേടാ കൊച്ചേ, എല്ലാ കളറും കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇരിക്കും തോറും അതിന്റെ ഷെയ്ഡ് ഇങ്ങനെ പോയി ഒരു മഞ്ഞ പോലെ ആവും ആ ചാർട്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ആ ചാർട്ടിന്. അവൈലബിൾ ആണ് കളർ പേപ്പേഴ്സ് ഇല്ലേടാ മഞ്ജു? കളർ പേപ്പേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു ബുക്ക് പോലെ നമുക്ക് കളർ പേപ്പേഴ്സ് കിട്ടും. അപ്പൊ അത് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചീട്ട് ഉണ്ടാവൂലേ, ചീട്ട് കളിക്കുന്ന ചീട്ട് പോലെ, അതിൽ നമ്മൾ ഫാബ്രിക് പെയിന്റ് അടിച്ചാലൊക്കെ മതിയാവും. അവൈലബിൾ ആകുന്നത് എങ്ങനെയാണോ എന്ന് നോക്കിയിട്ട് അത് ചെയ്യാം കേട്ടോ. സെക്കൻഡറി കളേഴ്സ് മാത്രമാണോ ഞങ്ങൾ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ സെക്കൻഡറി കളേഴ്സ് മാത്രം ചെയ്താൽ മതി. ടേഷറി എന്ന് പറയുമ്പോൾ 64 കളേഴ്സ് വരും. ഇത്രയും ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് സെക്കൻഡറി കളേഴ്സ് മാത്രം ചെയ്താൽ മതി. മാം ഈ ചാർട്ട് പേപ്പർ മേടിക്കുമ്പോഴേ അതിന്റെ കളർ ആണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആകും. നമ്മളത് പെയിന്റ് ചെയ്താൽ മതിയോ? അല്ലാണ്ട് കളർ പേപ്പർ കിട്ടുമോ? അവൈലബിൾ ആണ് കളർ പേപ്പർ ഇല്ലേ? കളർ പേപ്പർ എന്ന് പറയുമ്പോ ഈ ബുക്കെന്ന് പറയുമ്പോ അതിനകത്തിൽ ഈ 12 കളറും വരുന്നതായിട്ടോ അങ്ങനെയുള്ള ബുക്കോ? നമുക്ക് A4 ഷീറ്റിന് തന്നെ 110 200 രൂപ എങ്ങാണ്ടയുടെ ഒരു ബുക്ക് ഉണ്ട്. അതിനകത്ത് മൾട്ടിപ്പിൾ ഒരു പേജ് ഒരു കളറിന്റെ മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് അതിന്റെ സൈഡിൽ തന്നെ ടിയർ ചെയ്യാനായിട്ട് ആ ഒരു പേപ്പർ മാത്രം നമുക്ക് എടുക്കണമെങ്കിൽ ആ പേപ്പർ തന്നെ ടിയർ ചെയ്യാനായിട്ട് ഒരു ഇങ്ങനെ വര വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മളുടെ ഉപയോഗത്തിന്റെ അനുസരിച്ച് അത്ര ഭാഗം മാത്രം കട്ട് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പം ആ പേപ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. A4 സൈസിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ നോക്ക്, നമുക്ക് അവൈലബിൾ ആണോ ഒന്ന് അന്വേഷിച്ച് നോക്ക്. നിങ്ങള് ടൈം തരാം. മതിയില്ല മാം, അതിന്റെ ഈ 2 വെച്ച് നമ്മൾ ഉണ്ടാക്കണം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളർ മതി. എല്ലാ കളറും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മാക്സിമം ബേസിക് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടല്ലോ, റെഡ്, ബ്ലൂ, യെല്ലോ, പിങ്ക്. നമ്മൾ കുട്ടികൾ ആദ്യം പഠിക്കുന്ന കളേഴ്സ് കാര്യങ്ങൾ അത് കുറച്ചൊന്ന് അറേഞ്ച് ചെയ്യാം. 19th സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ. 2 വീക്സ് വരുന്നുണ്ട്. നവംബർ 19th പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ, നമ്മളപ്പോ ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്കത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാലോ. നോക്കാം കേട്ടോ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് പ്രോസസ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്, വിച്ച് ഇസ് കണക്റ്റഡ് വിത്ത്. നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ആണ്? ഫിസിക്കൽ, ബിഹേവിയറൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ, ഗ്രോത്ത് ആൻഡ് ചേഞ്ചസ്. ഇതെല്ലാമായിട്ട് കണക്റ്റഡ് ആണ്. ദ ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫ് ഫ്രം ബേബിഹുഡ് ടു ചൈൽഡ്ഹുഡ്. നമ്മൾ ഏർലി സ്റ്റേജസ് എങ്ങനെയാണ്? ബേബിഹുഡ് മുതൽ ചൈൽഡ്ഹുഡ് വരെ, ചൈൽഡ്ഹുഡ് ടു അഡോളസൻസ് ആൻഡ് അഡോളസൻസ് ടു അഡൽട്ട്ഹുഡ്. ന്യൂമറസ് ചേഞ്ചസ് ടേക്ക് പ്ലേസ്. നമുക്കറിയാം, ഇത് നമ്മുടെ ഒരു കുട്ടി ഒരു അഡൾട്ടായി മാറുന്നത് വരെ നമുക്ക് ഒരു അഡോളസെന്റ് അഡൽട്ട്ഹുഡിലേക്ക് എത്തുന്നത് വരെ ഒരുപാട് മാറ്റങ്ങൾ ആ കുട്ടിയുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓൾ ത്രൂ ദ പ്രോസസ് നമ്മൾ ഈ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. ഈച്ച് പേഴ്സൺ ഡെവലപ്പ് ആൻ ആറ്റിറ്റ്യൂഡ്, വാല്യൂസ് that guide choice, relationship and understanding. അപ്പോ
ഓരോ വ്യക്തിയിലും അവരുടേതായ ആറ്റിറ്റ്യൂഡും വാല്യൂവും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്സ്, അണ്ടർസ്റ്റാൻഡിങ്സ്, ചോയ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദ ടൈം ഗ്രോത്ത് pertain to dimensional arguments. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് രണ്ടും ഒന്നാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇന്നുണ്ട്. ഒരു മീനിങ് ഗ്രോത്ത് എന്ന് പറഞ്ഞാല് സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ, നമ്മുടെ സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ സൈസ്, വെയ്റ്റ് ആൻഡ് നമ്പേഴ്സ്. നമ്മുടെ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ആവാം, ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് നമ്മളുടെ ബോഡിയിൽ നമ്മൾ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്ന ചേഞ്ചസ്, സൈസ് ആവാം, വെയിറ്റ്, നമ്പേഴ്സിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഹ്യൂമൻ ഗ്രോത്ത് ഈസ് ബേസ്ഡ് ഓൺ ബയോളജിക്കൽ ഇവന്റ്സ്. നമ്മളൊരു വ്യക്തിയുടെ ഹ്യൂമൻ ഗ്രോത്ത് നമ്മൾ ബേസ് ചെയ്യുന്നത് ബയോളജിക്കൽ ആയിട്ടുള്ള ഇവന്റ്സിനെയാണ്. which cause the growth physically that naturally happens in course during the early stages of life. ഇത് സംഭവിക്കുന്നത് ഏർലി സ്റ്റേജസ്, കൂടുതലായിട്ട് ഗ്രോത്ത്, ഫിസിക്കൽ ഗ്രോത്ത് സംഭവിക്കുന്നത് നമ്മുടെ ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫിലാണ്. ആദ്യത്തെ സമയങ്ങൾ, ഫസ്റ്റ് സ്റ്റേജസിലൊക്കെയാണ് കുട്ടികളുടെ ഗ്രോത്ത് പെട്ടെന്ന് സംഭവിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ നടന്നു തുടങ്ങുന്ന വരെ ആ സമയത്ത് പെട്ടെന്ന് റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണല്ലേ. ആദ്യം കടക്കുന്നു, പിന്നെ കമന്ന് കിടക്കുന്നു, മുട്ടിലിഴയുന്നു, ഇരിപ്പുറയ്ക്കുന്നു, പിന്നെ പിടിച്ചു നിൽക്കുന്നു, നടന്നു തുടങ്ങുന്നു, പിന്നെ ഓടി നടക്കുന്നു. ഇതൊക്കെ പെട്ടെന്ന് നടക്കുന്നത്. ഒരു 1.5 yearsനുള്ളിലാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത് അല്ലെ. അത് റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഗ്രോത്ത് ഒരു സ്റ്റേജ് എത്തുമ്പോ എന്താവും, ഞാൻ പറഞ്ഞു, നിന്നുപോകും. പക്ഷേ ഡെവലപ്മെന്റ് അങ്ങനെയല്ല. ഒരു നെവർദലെസ് ഡെവലപ്മെന്റ് നെവർ എൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് നെവർദലെസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് psychological and social growth stressed by the environment and individual behavioral factors. നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഗ്രോത്ത്, നമ്മുടെ സോഷ്യൽ ഗ്രോത്ത്, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് വരുന്ന എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ ഫാക്ടേഴ്സിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് എന്ത് ഡെവലപ്മെന്റ്. സംടൈംസ് മോർ ഈസിലി റെഫേഴ്സ് ടു ആസ് മെച്യൂരിറ്റി. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന മറ്റൊരു പേര് എന്താണ്, മെച്യൂരിറ്റി. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് മെച്യൂരിറ്റി ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞോന്ന് ഡൗട്ട് ഉണ്ട്. മെച്യൂരിറ്റി ഡെവലപ്മെന്റ് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, മെച്യൂരിറ്റി. ഞാൻ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ? ബ്ലൂ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഇതിൽ വരുന്നില്ല. എന്താണാവത്? ചേഞ്ച് ആവുന്നുണ്ടോ നമുക്ക് പേജസ്? അതും ഇല്ല. മാത്രം കാണിക്കും. ഓക്കെ. ഞാൻ മിക്കവാറും ഇപ്പോ PDF കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരാണെങ്കിൽ ഞാൻ ടെക്നിക്കൽ ടീമിനോട് ഇൻഫോം ചെയ്യാം കേട്ടോ. ചാൻസ് കൂടുതലാണ്, കാരണം സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. ഞാൻ മാർക്ക് ചെയ്യണമൊന്നും വന്നിട്ടില്ല അതില്. അത്രയും വരെ പറഞ്ഞു നിർത്തിയിട്ട് ഞാനൊന്ന് ഇൻഫോം ചെയ്യേണ്ട വരും. ഇപ്പൊ നമ്മള് മെച്യൂരിറ്റിനും അല്ല ഡെവലപ്മെന്റിനും പറയുന്ന മറ്റൊരു പേരാണ് മെച്യൂരിറ്റി. While both of natural process are greatly different. നമ്മൾ ഈ പറയുന്ന ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് പ്രോസസ് ആണ്. ബോത്ത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആർ ക്ലോസ്ലി റിലേറ്റഡ് സ്റ്റെപ്സ് ഇൻ പ്രൊഡ്യൂസിങ് ഹെൽത്തി അഡൾട്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള അഡൾട്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് സ്റ്റെപ്സ് ആണ് ഏത്, ഗ്രോത്തും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലോസ്ലി ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് പ്രോസസ്സുകളാണ് ഇതെല്ലാം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Crow and Crow remarked that growth refers to structural, physiological changes, while development refers to growth as well as the changes in the behavior. Crow and Crow എന്ന് പറയുന്ന സയന്റിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്. നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസ്, നമ്മുടെ ബയോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളെ ആണെങ്കിൽ,
ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബിഹേവിയറൽ ചേഞ്ചസ് ആണ്. ഒരു വ്യക്തിയുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പോർഷൻ ഒന്ന് റീഡ് ചെയ്യോ? ഞാനേ ചക്കാണെന്നുള്ള കാര്യം ഒന്ന് ഇൻഫോം ചെയ്യട്ടെ കേട്ടോ. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഞാനിത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ, അപ്പൊ അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നേരത്തെ PDF-ല് മാർക്ക് ചെയ്തൊന്നും കാണുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേട്ടോ. ഇത് ക്ലിയർ ആണല്ലോ? ഞാൻ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഷെയർ ചെയ്ത് തരാം. ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ എല്ലാവരും. എല്ലാവരും റെഡി ആയിട്ട് കഴിഞ്ഞോ? അപ്പൊ ക്രോ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഗ്രോത്ത് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്. ഗ്രോത്ത് റെഫേഴ്സ് ടു ദ സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ച് ആണെങ്കിൽ, ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ഗ്രോത്ത് ആസ് വെൽ ആസ്, ഇൻക്ലൂഡിങ് എന്തുണ്ട്, ഗ്രോത്ത് ഉണ്ട്, ആസ് വെൽ ആസ് ഇൻ ചേഞ്ചസ് ഇൻ ദ ബിഹേവിയർ. നമ്മുടെ ചേഞ്ചസ് ഇൻ ദ ബിഹേവിയർ ആണ്, നമ്മളെ ബിഹേവിയറിൽ വരുന്ന മാറ്റത്തെയാണ് ഇൻക്ലൂഡിങ് ഗ്രോത്ത്. ഫിസിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്, കൊഗ്നിറ്റീവ് ചേഞ്ചസ് വരുന്നുണ്ട്, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്, പിന്നെ മോട്ടോർ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, ഓവറോൾ ഡെവലപ്മെന്റിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് ജസ്റ്റ് എ പാർട്ട് ഓഫ് ദ ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്ത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. ഗ്രോത്തും ഡെവലപ്മെന്റ് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടോ? In Harlow, the term development refers to progressive series of changes that happen in an orderly predicted pattern as a result of maturation and experience. Okay, development ഏകദേശം നമുക്ക് predict ചെയ്യാനൊക്കെ പറ്റും. കുറച്ച് predicting കാര്യങ്ങളൊക്കെ predictable ആണ്, predictable pattern ആണ്, നമുക്ക് കണ്ട് മനസ്സിലാക്കാനൊക്കെ പറ്റും. ഈ കുട്ടി അത്യാവശ്യം മെച്ചുവേർഡ് ആണ്, ഈ കുട്ടിയിൽ നല്ല ഡെവലപ്മെന്റ് ഉണ്ട് എന്നൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, ഡെവലപ്മെന്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ക്വാളിറ്റേറ്റീവ് ആക്സെപ്റ്റ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് ആക്സെപ്റ്റ് ആണ്. ഇനി നമുക്ക് കുറച്ചും കൂടി വ്യക്തത വരാൻ വേണ്ടിയിട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം അല്ലെ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാലോ? ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഞാൻ ഓരോ പോയിന്റ് വായിക്കുമ്പോൾ ഓപ്പോസിറ്റ് പോയിന്റ് വായിക്കും, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ദ സ്പെസിഫിക്
ഓഫ് ദ ബോഡി ഓർ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. നമ്മള് ജസ്റ്റ് നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ്, സ്പെസിഫിക് ആസ്പെക്ട്സ് ഓഫ് ദ ബോഡി ഓർ ബിഹേവിയർ, അതിൽ വരുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നതെങ്കിൽ ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ഓവറോൾ ചേഞ്ചസ് ദാറ്റ് റിസൾട്ട് ഇൻ ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓവറോൾ ചേഞ്ചസ് ആണ്, ഓവറോൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ദാറ്റ് റിസൾട്ട് ഇൻ ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഒരു ഇൻഡിവിജ്വലിന്റെ ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓവറോൾ ഡെവലപ്മെന്റിന് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമാണ് വരുന്നതെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ ഡെവലപ്മെന്റ് ആണ് വരുന്നത്. ഇനി ഗ്രോത്ത് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ദ ക്വാണ്ടിറ്റേറ്റീവ് ആക്സെപ്റ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ആക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഗ്രോത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്പേഴ്സിലോ വെയ്റ്റ്സോ കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏത്, ഗ്രോത്ത് എന്ന് പറയുന്നെങ്കിൽ. ഡെവലപ്മെന്റ് നമുക്ക് അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുമോ, ഈ കുട്ടി ഇത്രയും ഡെവലപ്ഡ് ആണ്, ഈ കുട്ടിക്ക് ഇത്രയും മെച്യൂരിറ്റി ഉണ്ട്, അങ്ങനെ പറയാൻ പറ്റിയാലോ? മെച്യൂർഡ് ആണ്, അൺമെച്യൂർഡ് ആണ്, അല്ലെ? അങ്ങനെ പറയൂലേ, മെച്യൂർഡ് ആണ്, അൺമെച്യൂർഡ് ആണ്, അൺമെച്യൂർഡ് ആയിട്ട് പെരുമാറുന്നത്, അങ്ങനെ പറയും. അപ്പോ ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആക്സെപ്റ്റ് ആണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആക്സെപ്റ്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ. ഇറ്റ് ഡസ് നോട്ട് കണ്ടിന്യൂ ത്രൂ ഔട്ട് ദ ലൈഫ്. ഗ്രോത്ത് ഒരു സ്റ്റേജ് എത്തുമ്പോ, മെച്യൂരിറ്റി എത്തുമ്പോ സ്റ്റോപ്പ് ആകും. ജസ്റ്റ് നമ്മുടെ ഹൈറ്റ് ഒന്ന് നോക്കി. എനിക്ക് 19 വയസ്സിൽ, 18 വയസ്സിലല്ല, 19 വയസ്സിൽ എനിക്ക് ഹൈറ്റ് 154 എങ്ങാണ്ടാണ്, 54 ആണ്. പക്ഷെ ഇപ്പോഴും എന്റെ ഹൈറ്റ് 154 തന്നെയാ. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി, നിങ്ങളുടെ ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ലാല, സെയിം തന്നെയല്ലേ ഹൈറ്റ്, ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ. പക്ഷേ അന്ന് 18 വയസ്സുള്ള ഞാൻ അല്ല ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഞാൻ. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. 18 വയസ്സിൽ ഞാൻ ഭയങ്കര കുറുമ്പിക്കായിരുന്നു. ഞാൻ പറയുന്ന കാര്യം കറക്റ്റ് ആണെങ്കിൽ അത് ആർക്ക് വേണ്ടിയിട്ടും വിട്ടുകൊടുക്കാത്ത ഭയങ്കര വാശിക്കാരിയായിരുന്നു ഞാൻ അന്ന്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല കേട്ടോ. ഞാനിപ്പോ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാനത് വിട്ടുകളയും. എന്നുവെച്ചാല് ഞാൻ പറയുന്ന കാര്യം അവർ അക്സെപ്റ്റ് ചെയ്തില്ല, അത് കറക്റ്റ് ആണെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെയൊക്കെയല്ല നമ്മൾ പറയുന്നേ. ഞാൻ പറഞ്ഞിട്ടും അത് അവർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് അത് ഓക്കെ, കുഴപ്പമില്ല, എനിക്കത് അങ്ങനെ സ്ഥാപിക്കണ്ട, ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് വാശി പിടിച്ച് നേടിയെടുക്കണം എന്ന് അങ്ങനെ ഇല്ല എനിക്കിപ്പോ. മേ ബി നമ്മളത് ഏജ്ഡ് ആയ അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രായമായപ്പോ വന്ന മെച്യൂരിറ്റിയുടെ ഭാഗമായിരിക്കാം ആ ഒരു പണ്ടത്തെ ആ വാശിയും കുറുമ്പും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് വേണം. അത് എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ അതിലത്തെ തന്നെ പിടിക്കും. ഞാൻ പിടിച്ച മുയലിന് രണ്ട് കൊമ്പുണ്ട്, 2 കൊമ്പല്ലേ, 2 കൊമ്പുണ്ടെന്ന് പറഞ്ഞാൽ 4 കൊമ്പാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സമ്മതിപ്പിച്ച് എടുക്കണം. അങ്ങനത്തെ ഒക്കെ വാശിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ വാശിയൊന്നും പിടിക്കാറില്ല, മാറിയിട്ടുണ്ട് ഒരുപാട്. മേ ബി മോണ്ടിസോറി മെത്തേഡ് ആയിരിക്കാം എന്നെ മാറ്റിയത്. ഓക്കെ. ഇറ്റ് ഈസ് ആൻ അൺസീസിങ് പ്രോസസ്. മെച്യൂരിറ്റി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇറ്റ് ഡസ് നോട്ട് എൻഡ് വെൻ ദ മെച്യൂരിറ്റി ഇസ് അറ്റൈൻഡ്. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ അത് എൻഡ് ആകുന്നില്ല. അത് ഞാൻ പറഞ്ഞത്, മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത സമയത്ത് ആയിരുന്നു ഞാനല്ല ഇന്നത്തെ നിങ്ങൾ ഇന്ന് കാണുന്ന ഞാൻ, ഡിഫറൻസ് ഉണ്ട്. അപ്പോ അൺസീസിങ് പ്രോസസ് ആണ് എന്ത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അൺസീസിങ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോസസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത്, ഡെവലപ്മെന്റ്. ഇറ്റ് ഇസ് എ നാരോ ഇൻ ഇറ്റ്സ് മീനിങ്, ഓൺലി വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് ദ ഡെവലപ്മെന്റ് പ്രോസസ്. ഒരു ചെറിയ കൺസെപ്റ്റ് ആണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഒരു നാരോ കൺസെപ്റ്റ് ആണ്. ഡെവലപ്മെന്റിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് എന്ത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. ബട്ട് നമ്മളുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വൈഡർ ആൻഡ് കോംപ്രിഹെൻസീവ് ടേം ആണ്. ഡെവലപ്മെന്റ് ഇൻക്ലൂഡിങ് ഫിസിക്കൽ, മോട്ടോർ, കോഗ്നിറ്റീവ്, സോഷ്യൽ. ഓക്കെ. 32 അല്ലെ, 32 അല്ലേ? ഏത് ഇയറിലാണ് കംപ്ലീറ്റ് ആകുന്നത് ടീപ്പ്? ടീപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ ഹരിത? ഏത് ഇയറിലാണ് കംപ്ലീറ്റ് ആവുന്നതെന്ന് അറിയാവോ? അതറിയില്ല മാമ, ഞാൻ സംശയം ചോദിച്ചു. നമ്മുടെ പല്ല് പോയി കഴിയുമ്പോ പിന്നീട് വരത്തില്ലല്ലോ. ശരിയാണ്. ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന പല്ല് പോയി കഴിഞ്ഞാൽ പിന്നെ വരില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് 32 ആയിട്ടുണ്ട്. ഇയറും അങ്ങനെ ഏകദേശമാണ്. 28, 30 ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ ടീത്തും ഫുൾ ഗ്രോത്ത് എത്തിയിട്ടുണ്ടാവും. പിന്നെ ഒഴിഞ്ഞു പോവുള്ളൂ അല്ലെ, പിന്നെ വേറെ ഗ്രോത്ത് സംഭവിക്കുന്നില്ല.
ഓക്കെ എന്നുവെച്ചാല് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ നാരോ കൺസെപ്റ്റ് ആണ്. തെറ്റിപ്പോയി. ഗ്രോത്ത് എന്ന് പറഞ്ഞ ഒരു നാരോ കൺസെപ്റ്റ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈഡർ കൺസെപ്റ്റ് ആണ് അല്ലെ. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് ഡെവലപ്മെന്റ് കൊണ്ടുവരാതിരിക്കാം. ഞാൻ പറയുന്നത് മാനസിക വെല്ലുവിളികളൊക്കെ നേരിടുന്ന കുട്ടികളുണ്ടാവും. നിങ്ങൾക്ക് മിലോ മിസ് അല്ലേ ഇത് എടുക്കുന്നത്, ചൈൽഡ് വെൽഫെയർ എടുക്കുന്നത് ആണോ? ചൈൽഡ് വെൽഫെയറില് മാനസിക മെന്റലി റിട്ടൈൻ ചിൽഡ്രൻസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോ അവർക്ക് ചിലപ്പോ ഏജ് കൊണ്ട് അവരെ കാണുമ്പോൾ വലിയ ആൾക്കാരെ പോലെ തോന്നുന്നുണ്ടാവും. പക്ഷെ അവരുടെ മനസ്സെന്ന് പറയുന്നത് ചെറിയൊരു കുട്ടിയുടെ മനസ്സായിരിക്കും. ഒരു 3 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടിയുടെ അത്രയും പോലും ചിലപ്പോൾ മനസ്സിൽ അത്രയും ഏജ് പോലും ഉണ്ടാവില്ല. അവർ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും ഇത്രയും വലിയ കുട്ടികളും ചെയ്യുന്നത്. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് ഡെവലപ്മെന്റ് കൊണ്ടുവരാതിരിക്കാം. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ കേസിലാണെങ്കിൽ അവർ ചിലപ്പോൾ ശരീരം കൊണ്ട് വലുതായിട്ടുണ്ടാവും, പക്ഷെ അവരുടെ മനസ്സെന്ന് പറയുന്നത് ചെറിയ കുഞ്ഞി കുട്ടീനെ പോലെ ആയിരിക്കും. ഡെവലപ്മെന്റ് ഇസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഗ്രോത്ത് ഇല്ലെങ്കിലും ഡെവലപ്മെന്റ് സംഭവിക്കും. നമ്മൾ പറയാറില്ലേ, ഇവന്റെ ഏജിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ആണ് അവനുള്ളത്. ചിലപ്പോൾ അവന് 10 വയസ്സ് ഉണ്ടാവുള്ളൂ, 15 വയസ്സിന്റെ മെച്യൂരിറ്റി കാണിക്കും. അല്ലെങ്കിൽ 15 വയസ്സുള്ളെങ്കിൽ ഒരു 20 വയസ്സിന്റെ മെച്യൂരിറ്റി ചിലപ്പോൾ അവൻ കാണിക്കുന്നുണ്ടാവും. മനസ്സിലായി? അവന് ഏജിനേക്കാൾ കവിഞ്ഞ മെച്യൂരിറ്റി. ഗ്രോത്ത് വേണമെന്നില്ല മെച്യൂരിറ്റി ഇത് ചെയ്യാനായിട്ട്. ഡെവലപ്മെന്റ് ഇസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. അപ്പൊ ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് ഡെവലപ്മെന്റ് കൊണ്ടുവരാതിരിക്കാം. പക്ഷേ ഡെവലപ്മെന്റ് ഇസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഗ്രോത്ത് ആയിട്ട് ഡെവലപ്മെന്റ് ഒരു പോസിബിൾ ആണ്, ഡെവലപ്മെന്റ് സംഭവിക്കാം. The changes generated by growth are perceivable and can be measured. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഗ്രോത്ത് ഇന്ന ഏജിൽ നടന്നു തുടങ്ങും, അല്ലെങ്കിൽ ഇന്ന ഏജിൽ ഇത് കുറയ്ക്കും, ഇന്ന ഏജിൽ നമ്മൾ മുട്ടിലെഴുതി തുടങ്ങും, ഇന്ന ഏജിൽ നടക്കും, ഇന്ന ഏജിൽ സംസാരിച്ചു തുടങ്ങും, ഇന്ന ഏജിൽ സെന്റൻസ് ഫോം ചെയ്യും അല്ലെ. അങ്ങനെയൊക്കെ പറയാറില്ലേ? ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പറയില്ലേ, നമ്മളിങ്ങനെ സംസാരിച്ചു തുടങ്ങും, അങ്ങനെ പറയാറുണ്ട്. ഇന്ന ഏജുകളിൽ ഇന്ന കാര്യങ്ങൾ നടക്കും എന്നുള്ളത്. ചേഞ്ചസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. നമുക്ക് വെയിറ്റ് ആയാലും ഹൈറ്റ് ആയാലും ഒക്കെ മെഷർ ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ പറയും ആൺകുട്ടികൾക്ക് ഇത്ര ഹൈറ്റ് വേണം, പെൺകുട്ടികൾക്ക് ഇത്ര ഹൈറ്റ് വേണം എന്നൊക്കെ പറയും. അതത് ഏജ് നമുക്ക് ഗ്രോത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഡെവലപ്മെന്റ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഡെവലപ്മെന്റ് ഇന്ന ഏജിൽ ഇത്രയും ഡെവലപ്ഡ് ആവണം. ചിലപ്പോൾ 30 വയസ്സുള്ള ഒരു കുട്ടിയായിരിക്കും, കുട്ടികളെ മാറിയിട്ടുണ്ടാവില്ല അല്ലെ. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഡെവലപ്മെന്റ് വേണം, 30 വയസ്സിൽ ഡെവലപ്മെന്റ് ആവണം എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഡെവലപ്മെന്റ് ചേഞ്ചസ് പ്രൊഡ്യൂസ് ബൈ ഡെവലപ്മെന്റ് ആർ നോട്ട് പ്രിസർവബിൾ ആൻഡ് കനോട്ട് ബി മെഷേർഡ്. നമുക്ക് ഡെവലപ്മെന്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതേപോലെ തന്നെ മെഷർ ചെയ്യാനും പറ്റില്ല. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ആണ്. സ്ട്രക്ചറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ, നമ്മൾ പറയുകയാണെങ്കിൽ ഘടനാപരമായിട്ടാണ്, നമ്മുടെ ശാരീരിക അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രക്ചറിൽ വരുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നെങ്കിൽ ഡെവലപ്മെന്റ് ഒരു പ്രവർത്തന പരമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ, നമ്മൾ വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഇപ്പൊ ഒരു കുട്ടി നല്ല സ്ട്രോങ് ആയിട്ടാണ്, നല്ല അത്യാവശ്യം നല്ല മെച്യൂർഡ് ആവുകയാണെങ്കിൽ അവള് വളർന്നു വരുന്ന സാഹചര്യം അവൾ ആ മെച്യൂരിറ്റിയിലേക്ക് എത്തിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താണ്, അവള് വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവൾ മെച്യൂർഡ് ആയിട്ട് തന്നെ പെരുമാറിയില്ലെങ്കിൽ അവൾക്ക് അവിടെ ജീവിക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ അത് അവൾക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. ആ സാഹചര്യം ചിലപ്പോൾ അവളെ മെച്യൂരിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പൊ ഡെവലപ്മെന്റ് ഈസ് എ ഫങ്ഷണൽ, പ്രവർത്തന ഫലമായിട്ടായിരിക്കും. ഒരു 18 വയസ്സുള്ള ഒരു കുട്ടിയുടെ മെച്യൂരിറ്റി അതേ പ്രായത്തിൽ വേറൊരു അറ്റ്മോസ്ഫിയറിൽ വളർന്നു വരുന്ന കുട്ടിക്ക് വേണമെന്നില്ല. രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആവാം അല്ലെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നല്ല എന്താ പറയാ, നല്ല ജീവിത സാഹചര്യങ്ങൾ, നല്ല ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വളർന്നു വരുന്ന ഒരു പെൺകുട്ടി 18 വയസ്സുള്ളതും ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ അല്ലാത്ത വീക്ക് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടിയും തമ്മിലുള്ള സേവിങ് ഹാബിറ്റ് അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ചിലപ്പോ ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വളരുന്നതെന്ന് വെച്ചാൽ എന്തും പാരന്റ്സ് വാങ്ങിച്ചു കൊടുത്ത് നല്ല രീതിയിൽ സ്നേഹിച്ച് വളർത്തുന്ന കുട്ടിയായിരിക്കും. മറ്റേ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും അവളത് കൂടുതൽ എഫേർട്ട് എടുത്ത് അത് നേടിയെടുക്കേണ്ടതായിട്ട് വരും. എന്തും ഇപ്പോ പഠിക്കാനാണെങ്കിലും മാർക്ക് സ്കോർ ചെയ്യാനാണെങ്കിൽ പോലും അവളത് കഷ്ടപ്പെട്ട് കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ടതായിട്ട് വരും. മറ്റേ കുട്ടിക്കാണെങ്കിൽ കൂടുതൽ ട്യൂഷൻസും
ഡിഫറൻസ് കൈൻഡ് ഓഫ് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടായിരിക്കും അവൾ ആ മാർക്ക് സ്കോർ ചെയ്യുന്നത്. അപ്പൊ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ആ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ, ഓരോ ഫങ്ഷന്റെയും ഫലമായിട്ടാണെങ്കിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ആണ്. ഇന്ന ഏജിൽ ഇന്ന ഡെവലപ്മെന്റ് സംഭവിക്കും എന്നുള്ളത് ഓൾറെഡി ഉള്ളതാണ്. മനസ്സിലായല്ലോ? മാം ഈ ഏജിങ്ങും ഗ്രോത്തും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ മാം? നമ്മളൊരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തി ഗ്രോത്ത് സീസ് ആവും, പിന്നെയും നമുക്ക് വരുന്ന ചേഞ്ചസിനെ ഗ്രോത്ത് ആയിട്ടാണോ പറയുക, അല്ലെങ്കിൽ ജസ്റ്റ് ഫിസിക്കൽ ചേഞ്ചസ് ആഫ്റ്റർ ഏജ്? ഫിസിക്കൽ ചേഞ്ചസ് ആയിട്ടാ പറയുന്നത്. പിന്നെയും നമുക്ക് ഗ്രോത്ത് 20 വയസ്സുള്ള ഒരു പോയും ഒരു മിനിറ്റ് ആണ്. ഓക്കെ, അത് ഏജിങ് ആണ്. അത് നമ്മള് ആ ഒരു ഏജ് ആവുമ്പോ നമ്മളുടെ മുഖത്തൊക്കെ ചുളിഞ്ഞു വീഴുന്നു, നമ്മളുടെ ഇത് വരുന്നതാണ്. ഗ്രോത്ത് ഡിഫറെന്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഗ്ലോ ചെയ്യുന്നില്ല, വളരുന്നില്ല എന്നേ ഞാൻ പറഞ്ഞോളൂ. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഒരു 20 വയസ്സുള്ള ഒരു ബോയും ഗേളും ആണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബോയ്സ് മെച്ചുവേർഡ് ആയിരിക്കില്ല, പക്ഷെ ഗേൾസ് മെച്ചുവേർഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ആൺകുട്ടികളുടെ വിവാഹപ്രായം 21ഉം പെൺകുട്ടികളുടെ വിവാഹപ്രായം 18ഉം ആക്കിയിരിക്കുന്നത്. കാരണം 18 വയസ്സുള്ള പെൺകുട്ടിക്ക് 25 വയസ്സിന്റെ മെച്യൂരിറ്റിയാ. അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ നമ്മളാണ് മെച്ചുവേർഡ്, അവര് മെച്ചുവേർഡ് അല്ല. അത്രേ ഉള്ളൂ. കാരണം സമ്മതിക്കില്ല കേട്ടോ അവരാരും. നമുക്കാണ് മെച്യൂരിറ്റി. സമ്മതിച്ചു തരാൻ ഭയങ്കര മടിയുള്ള ടീമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഹായ് മാം. പറഞ്ഞോ. ഇന്ന് ക്ലാസ് എടുത്ത അപർണ മാമിനും ആക്ടിവിറ്റി പ്രസന്റ് ചെയ്ത എല്ലാ സ്റ്റുഡൻറ്റിനും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മിസ്.